വെറും 5 മിനിറ്റിൽ ചെയ്ത് തീർക്കേണ്ട ഈ ഒരു ക്രാഫ്റ്റ് ഞാൻ ചെയ്തു വന്നപ്പോൾ 2.5 മണിക്കൂർ എടുത്ത്. അതിന്റെ മെയിൻ റീസൺ ഈ കാണുന്നൊരു ഗ്ലൂ ഗണ്ണാണ്. ഫസ്റ്റ് റീസൺ ആ കണ്ടൊരു ഗ്ലൂ ഗണ്ണും, സെക്കൻഡ് റീസൺ എന്താണെന്നുള്ളത് ഞാൻ വഴിയേ പറയാം. തീർന്ന സെലോ ടേപ്പിന്റെ റോളും കുറച്ച് സ്ട്രോയും ഉണ്ടെങ്കിൽ നല്ലൊരു അടിപൊളി ഓർഗനൈസർ ഉണ്ടാക്കാം. സ്ട്രോ തന്നെ വേണമെന്നൊന്നുമില്ല, പേപ്പർ റോൾ ചെയ്തെടുത്താലും മതി. സെലോ ടേപ്പിന്റെ റോൾ എടുക്കുക, രണ്ടും കൂടി ഒരുമിച്ച് ഒട്ടിച്ചു കൊടുക്കുക. ഇനി താഴത്തെ ബേസിന് വേണ്ടി കാർഡ്ബോർഡ് എടുക്കുക, വട്ടത്തിൽ കട്ട് ചെയ്തെടുക്കുക, അതും കൂടി. ഇനി നമുക്ക് എത്ര സൈസിലാണോ വേണ്ടത് അതനുസരിച്ച് സ്ട്രോ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. അടിച്ച പണി 18 നോക്കിയിട്ട് ഗ്ലൂ ഗൺ അങ്ങോട്ട് സഹകരിക്കണുണ്ടായിരുന്നില്ല. എന്ന് വാങ്ങിയോ അന്ന് മുതൽ ഇതാണ്. ഓരോ തവണ ഈ ഗ്ലൂ ഗൺ യൂസ് ചെയ്യുമ്പോൾ ഞാൻ എന്നോട് തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, വാങ്ങിയതോ വാങ്ങി, നല്ല ഒരെണ്ണം അങ്ങോട്ട് വാങ്ങിക്കൂടായിരുന്നു. പിന്നെ ലാസ്റ്റ് ഫെവിക്കോൾ വെച്ച് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യും. ഇനി അടുത്ത ദുരന്തം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം കളറിന്റെ കാര്യത്തിൽ എനിക്ക് തീരെ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നില്ല. പർപ്പിൾ കളർ അടിച്ചു കൊടുക്കാന്നൊക്കെ പറഞ്ഞ് പർപ്പിൾ കളർ അടിച്ച് തുടങ്ങിയതാണ്. പക്ഷേ ഒരു ദുർബല നിമിഷത്തിൽ ആ കളർ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്യേണ്ടി വന്നു. അതിലുള്ള ഒരു പേപ്പർ ത്രെഡും മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഞാൻ പർപ്പിൾ കൊടുത്തത്. പക്ഷെ നോക്കുമ്പോണ്ടാ ആ രണ്ട് കളറും തമ്മിൽ യാതൊരു ബന്ധവും. ഇത്രയൊക്കെ നോക്കിയിട്ട് ആ പേപ്പർ ത്രെഡിലുള്ള കളർ മാത്രം ഒപ്പിക്കാൻ പറ്റില്ല. പിന്നെ ലാസ്റ്റ് എന്തേലും ഒക്കെ ആവട്ടെ എന്ന് പറഞ്ഞിട്ട് മുകളിലും താഴെയായിട്ട് പേപ്പർ ത്രെഡ് അങ്ങോട്ട് ചുറ്റി കുറച്ചുകൂടി ഭംഗിക്ക് വേണ്ടി ഒരു ഹാർട്ട് കട്ട് ചെയ്ത് അതിനുള്ളിൽ നമ്മുടെ ത്രെഡും കൂടി ഫില്ല് ചെയ്ത് കൊടുത്തപ്പോൾ സംഭവം സെറ്റായി. സത്യം പറഞ്ഞാൽ എനിക്ക് സംഭവം ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലെന്ന് കമന്റ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഓക്കെ, ബൈ ഡാ.